ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാർ നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്നലെ രാത്രിയിൽ ചന്ദ്രനഗർ വീടിന്റെ മുന്നിൽ നീ എന്താണ് വന്നത് എന്ന് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. എന്തിനാണ് ഞാൻ താമസിക്കുന്ന വീടിന്റെ മുന്നിലേക്ക് രാത്രി 11:30 മണിക്ക് ആ ചെറുപ്പക്കാരൻ വന്നത്? ആരായിരുന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്നത്? അയാളുടെ പേര് ഞാൻ ഇപ്പോൾ കളക്ട് ചെയ്യായിരുന്നു. കാറിലുള്ള വിനേഷ് സർഗ എന്നാണ് ഇവന്റെ പേര്. കാറിലുണ്ടായിരുന്ന വ്യക്തിയുടെ പേര് വിനേഷ് സർഗ. പോലീസ് 420 കേസ് ഇട്ടിട്ടുള്ള ഒരാളാണ്. ഈ 100 കണക്കിന് ആളുകളെ ഒരു കോപ്പറേറ്റീവ് സഹകരണ സംഘത്തിലൂടെ പറ്റിച്ച ഒരാളാണ്. നിങ്ങൾക്ക് ഞാൻ അതിന്റെ FIRന്റെ കോപ്പി എല്ലാം തരാം. നിരവധിയായിട്ടുള്ള കേസുകളിൽ പ്രതിയായ ക്രിമിനൽ സംഘങ്ങളെ കൂടെ കൂട്ടി നടക്കുന്ന, നാട്ടിൽ പകൽ വെളിച്ചത്തിൽ മുങ്ങി നടക്കുന്ന ഒരാൾ ഒരു കാറിൽ 2 ഗുണ്ടകളെയും കയറ്റി സ്വന്തം അമ്മയ്ക്ക് തുല്യമായിട്ട് കാണുകയും ചിരിക്കുകയും മിണ്ടുകയും ചെയ്യേണ്ട ഒരു സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ ആംഗ്യം കാണിച്ചതുകൊണ്ടാണ് ഈ നിൽക്കുന്ന പ്രമിള ചേച്ചിയെ മാധ്യമപ്രവർത്തകർക്ക് കാലം എത്രയായിട്ട് അറിയാം. എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ഒരു ദേഷ്യത്തിന്റെ ഭാഷയിൽ ചേച്ചി സംസാരിക്കുന്നത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ചേച്ചിയുടെ വിഷ്വൽ ഞങ്ങൾ എടുത്ത വിഷ്വൽ ഞാൻ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പൊ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തതുകൊണ്ടാണ് ആ കാലിനരികിലേക്ക് ഞാൻ കടന്നു ചെന്നത്. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്, വൃത്തികെട്ട രീതിയിൽ, മോശമായ രീതിയിൽ, വളരെ ഒരു സ്ത്രീയും കണ്ടാൽ വേദനിക്കുന്ന രീതിയിൽ, അതേത് തല കെട്ടിയ കൊമ്പനാണെങ്കിലും, നിങ്ങൾക്കുമുണ്ടല്ലോ അമ്മമാർ, നിങ്ങൾക്കുമുണ്ടല്ലോ സഹോദരിമാർ, ശോഭാ സുരേന്ദ്രൻ ഡോറ് തുറന്ന് പുറത്ത് ചെന്നിരിക്കും, ഒരു തർക്കവും വേണ്ട. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ചെയ്യിച്ചതാണ് ഈ വിനേഷിനെയാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. ഞാൻ ആ ചെറുപ്പക്കാരനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോ പരാതി തയ്യാറാക്കിയിട്ടുണ്ട്. പരാതി ഞങ്ങൾ പോലീസിന് മെയിലായിട്ട് അയച്ചിട്ടുണ്ട്. രേഖാമൂലം ഞാനിപ്പോ പോലീസിനെ കാണും, പരാതി കൊടുക്കും. തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ കമ്മീഷന് ഞാൻ പരാതി കൊടുക്കും. ഈ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ അത്രയും ഉണ്ടയില്ലാ വെടികളാണ്. ആ ഉണ്ടയില്ലാ വെടിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിജയം പാലക്കാട് ഉറപ്പായപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തവരാണ് ഇങ്ങനെ ഒരു കഥയുമായി പുറത്തു വന്നത്. എന്താണ് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടം എന്നറിയാതെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വരുന്ന ഒരാളല്ല നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ. ഇതെന്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 9 തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ എന്നെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുമെന്നായപ്പോൾ ഇന്നലെ ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് ഇന്ന് എന്റെ കാറിന്റെ പിറകിൽ മണിക്കൂറുകൾ ഫോളോ ചെയ്യാൻ ആരാണ് അനുവാദം കൊടുത്തത്? ആരാണ് ഏൽപ്പിച്ചത്? അവരാരാണ്? എവിടെ നിന്ന് വന്നവരാണ്? ഏത് ചെറുപ്പക്കാരാണ്? നിങ്ങൾ എന്റെ മാധ്യമ സുഹൃത്തുക്കൾ കൂടെ നിൽക്കണം, അതെനിക്ക് തെളിയിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ. അങ്ങനെ നമ്മുടെ മഞ്ഞൾ ശോഭേച്ചിയുടെ സകല നിലയും വിലയും പോയി എന്നുള്ളതാണ്. മഞ്ഞൾ ശോഭേച്ചിയുടെ നിലയും വിലയും മാത്രമല്ല കേട്ടോ, ദാണ്ടെ പാലക്കാടും കൈവിട്ടുപോയി. ഇപ്പൊ ദാണ്ടെ പിടിച്ചു നിൽക്കാനായിട്ട് ഇതാ കിടന്ന് ഉരുണ്ടും മെഴുകുന്നു. എന്ത് മുട്ടെന്നോണയാണല്ലേ പറയുന്നത്, വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഉരുണ്ടും പിരുണ്ടും മെഴുകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ മഞ്ഞൾ ശോഭേച്ചി പറയും ഇതൊക്കെ AI ആണെന്ന്. കൊടുത്ത പൈസ മരുന്ന് വാങ്ങാനെന്ന വ്യാജേനാക്കി. പക്ഷെ ആ ദൃശ്യം എടുത്ത ആൾക്കാർക്കിടെ കരണം അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞത് ലേശം കടന്ന വഴിയായിപ്പോയി. BJP സ്ഥാനാർത്ഥിയുടെ വില നിലവാരം ജനങ്ങൾ പരിശോധിക്കും. ശോഭേച്ചിയെ ഉളുപ്പില്ലാതെ ദാണ്ടെ ഇങ്ങനെ വന്നിട്ട് പരസ്യമായിട്ട് കള്ളം പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ഉരുണ്ടും മെഴുകുന്നതാണ് നമ്മുടെ മഞ്ഞൾ ശോഭേച്ചിയുടെ യോഗ്യത എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അടിമഗോപി കുറെ കാലം മുമ്പ് തൃശ്ശൂരിൽ നടത്തിയ അതേ കയ്യാങ്കളി തന്നെയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ BJP എങ്ങനെയാണ് തൃശ്ശൂർ പിടിച്ചടക്കിയതെന്ന്. ഈ പ്രാവശ്യം പാലക്കാടും കൂടി ഇത് ഉപയോഗിച്ച് പിടിച്ചെടുക്കാനാണ് BJPയുടെ ശ്രമം. പൊളിഞ്ഞില്ലേ? ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ എങ്ങനെയാണ് തൃശ്ശൂർ കൈയടക്കിയതെന്ന്? ഇതിങ്ങനെ തന്നെ, അല്ലാതെ നേരെ ചൊവ്വൊന്നുമല്ല. മകന്റെ പ്രായമുള്ള ഒരാളെ കുറിച്ചിട്ട് ഇതാണ്ട് ഇങ്ങനെയൊക്കെ പറയാമോ എൻ്റെ ശോഭേച്ചിയെ? ഇങ്ങനെ പണം കൊടുത്തിട്ട് നേരിട്ട് ഇങ്ങനെ വോട്ട് വാങ്ങിക്കാൻ നാണോ മാനോ ഉളുപ്പില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പാലക്കാട് എന്തായാലും മഞ്ഞൾ ചേച്ചി വിജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ഇനി ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ വിഷയം മാറ്റിയിട്ടൊന്നും ഒരു കാര്യമില്ല, എല്ലാവരും അറിഞ്ഞു. വീഡിയോയിൽ വ്യക്തമാണ്. ഉത്തരം മുട്ടുമ്പോൾ ദാണ്ടെ കൊഞ്ചനം കുത്തുന്ന പോലെ ഒരു പീഡന കേസ്.
ചേച്ചിക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ പൊങ്കാലയാണല്ലോ എൻ്റെ മഞ്ഞൾ ശോഭിച്ച. ചേച്ചിക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നേരെ ചൊവ്വ അങ്ങ് ജയിക്കാൻ നോക്കിയാൽ പോരായിരുന്നു. ഇമാതിരി കുതന്ത്രങ്ങളൊക്കെ പയറ്റിയിട്ട് ഇങ്ങനെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ട് പാലക്കാടും കൂടി പിടിച്ചെടുക്കാനുള്ള ഒരു അതിമോഹം ഉണ്ടല്ലോ. ഈ പ്രാവശ്യം അത് നടക്കില്ല അമ്മച്ചി. 8 നില പൊട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. മുഖത്തെ ചെളി പോവാനായിട്ടേ കുറച്ച് മഞ്ഞൾ തേക്കുന്നത് വളരെ നല്ലതായിരിക്കും.